പ്രായമുള്ളവർ ഉലുവ കൂടുതൽ കഴിക്കാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ മാത്രമല്ല, പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്കും ഉലുവ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഉലുവേനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഉലുവേൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് സപ്ലിമെന്റ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ എത്ര ഡോസിൽ കഴിക്കാം, സ്ത്രീകൾക്ക് മാത്രമാണോ അതോ പുരുഷന്മാർക്കും ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ നമ്മൾ ഉലുവ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ട്രൈഗുണല്ല ഫീനം ഗ്രീക്കം എന്നാണ്. ഇതൊരു ചെടിയാണ്, ഹെർബാണ്. ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പലതരത്തിലുള്ള ഏഷ്യൻ കൺട്രീസിലും ഇത് പല വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ട്രഡീഷണലി ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലിബിഡോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പുരുഷന്മാരുടെ മാസ്കുലിനിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. ആയുർവേദത്തിൽ പലതരത്തിലുള്ള മരുന്നിലും ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിലും പ്രസവത്തിന് ശേഷം സ്ത്രീകൾക്ക് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഉലുവ ഉപയോഗിക്കാറുണ്ട്. ട്രഡീഷണലി ഇങ്ങനെയൊക്കെ നമ്മൾ ഉലുവ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും സയന്റിഫിക്കലി ഇത് കൃത്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. 16ഓളം റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസിൽ ഏകദേശം 1700ഓളം പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡീസിനൊക്കെ കണ്ടെത്തിയത് സ്ത്രീകളുടെ കാര്യത്തിൽ ലാക്ടേറ്റിംഗ് മദേഴ്സിന് ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് തന്നെയാണ്. പ്രസവത്തിന് ശേഷം ബ്രസ്റ്റ് മിൽക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഉലുവ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പുരുഷന്മാരുടെ കാര്യത്തിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കൂട്ടാനും ഉലുവക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തെളിയിക്കാൻ നടത്തിയിട്ടുള്ള സ്റ്റഡീസിന്റെ എണ്ണം കുറവാണ്. ചില സ്റ്റഡീസിൽ ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടെന്നും പറയുന്നുണ്ട്. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള കോമ്പൗണ്ടാണ് 4-ഹൈഡ്രോക്സി സൊല്യൂസിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ബോഡിയിലുള്ള മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൺട്രോൾ ആക്കി നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കും ഉലുവ ബെനിഫിഷ്യൽ ആണ്. പ്രമേഹ രോഗികൾക്ക് ഉലുവയിൽ ഈ പറഞ്ഞ കോമ്പൗണ്ട് മാത്രമല്ല മറ്റു തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനും റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നിന്റെ പേര് ട്രൈഗോണലൈൻ എന്നാണ്, രണ്ടാമത്തതിന്റെ പേര് ഗാലക്ടോമാൻ എന്നാണ്, മൂന്നാമത്തതിന്റെ പേര് ട്രൈഗോനിയോസൈഡ്സ് എന്നാണ്. ഇനി ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ സപ്ലിമെന്റ് രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. സാധാരണ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് അധികം ആൾക്കാർക്കും കുറവാണ്. ഉലുവ അധികം ആൾക്കാർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ചിലവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, സ്മെല്ല് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. സാധാരണ കണ്ടുവരുന്ന ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഉലുവേന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് ബോഡി സെക്രീഷൻസ്, അതായത് ചിലപ്പം വിയർപ്പാവാം, സ്വെറ്റ് ആവാം, അല്ലെങ്കിൽ യൂറിൻ ആവാം, ഇതിനൊക്കെ ഒരു മേപ്പിൾ സിറപ്പിന്റെ സ്മെല്ല് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ കാരണം സോട്ടലോൺ എന്ന് പറഞ്ഞ മറ്റൊരു കോമ്പൗണ്ടാണ്. ഇനി എത്ര ഡോസിലാണ് ഉലുവ സപ്ലിമെന്റ് രൂപത്തിൽ കഴിക്കേണ്ടതെന്ന് പറയാം. ഇത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉലുവ കഴിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. പ്രസവത്തിന് ശേഷം പാലോൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകൾ ഇത് കഴിക്കുന്നതെങ്കിൽ ഒരു ദിവസം 500 മുതൽ 1000 മില്ലിഗ്രാം, അതായത് 1 ഗ്രാം വരെയെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം. കേരളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് അരിപ്പൊടിയുടെ കൂടെ ഉലുവ പൊടിച്ചിട്ട് കഴിക്കുന്ന രീതിയിലാണ്. ഇനി പുരുഷന്മാരുടെ കാര്യത്തിൽ ലിബിഡോ വർദ്ധിപ്പിക്കാനും ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ദിവസം 500 മുതൽ 600 മില്ലിഗ്രാം ഉലുവ അടങ്ങിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നന്നാവുക. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് എവിഡൻസ് കുറവാണ്. ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടന്റെ താഴെയും കാർഡ്സിലും കാണാവുന്നതാണ്. ഇനി ഉലുവ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിൽ കഴിക്കാം. പൊടിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഇതിന്റെ സീഡ്സ് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. പൊടിച്ചിട്ട് ചായ ആക്കാം. കുറച്ചും കൂടിയും ഫൈനായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തിന്റെ കൂടെയോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ വരെ വേണമെങ്കിൽ ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. ഉലുവേന്റെ സീഡ്സ് പ്രസ് ചെയ്തിട്ടുള്ള ഓയിൽ പ്രിപ്പറേഷൻസും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഒന്നിക്കൽ പൊടിച്ചിട്ടുള്ള രൂപം അല്ലെങ്കിൽ സീഡ്സ് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 2 ഗ്രാം മുതൽ 5 ഗ്രാംസ് വരെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ് നിങ്ങൾക്കും ചെയ്യാം. പക്ഷേ എക്സ്പെരിമെന്റ് ചെയ്യുന്ന തുടങ്ങുന്നതിന്റെ മുമ്പേ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. HbA1c ടെസ്റ്റും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുക. പിന്നെ 2-3 മാസം വരെ എല്ലാ ദിവസവും 2 ഗ്രാം വെച്ചിട്ട് ഉലുവ നിങ്ങൾ കഴിച്ചു നോക്കുക. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യുക. HbA1c, ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഡയബറ്റീസിന് വേണ്ടി ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് നിർത്തുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടേഴ്സുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യുക. ഇത്രയൊക്കെയാണ് ഉലുവേനെ കുറിച്ചുള്ള സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സിൽ പറയുന്നത്. മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ക്ലെയിം ഉണ്ട്, പക്ഷേ എവിഡൻസ് കുറവാണ്. നിങ്ങൾക്ക് ഉലുവേനെ കുറിച്ച് ഇനി എന്താണ് കൂടുതൽ അറിയേണ്ടത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ടർമറിക് അഥവാ മഞ്ഞളിനെ കൊണ്ടും പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.